എല്ലാ മേഖലയിലും ആത്മനിർഭർ ഭാരത് എന്ന് പ്രഖ്യാപിച്ച ഇന്ത്യ ക്ലീൻ എനർജിയുടെ ഏറ്റവും നിർണായക ഘട്ടത്തിൽ വീണ്ടും ടെക്നോളജിക്ക് വേണ്ടി ചൈനയുടെ വാതിൽ തട്ടേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ചൈനയിൽ നിന്നുള്ള ബാറ്ററി ടെക്നോളജിയുടെ അഭാവം ഇന്ത്യയുടെ ഗ്രീൻ എനർജി പദ്ധതികളെ പിന്നോട്ടടിക്കുകയാണ്. ലോകം ക്ലീൻ എനർജി ട്രാൻസിഷൻ ആഘോഷിക്കുമ്പോൾ ഇന്ത്യക്ക് ഇപ്പോൾ ഏറ്റവും വലിയ ചോദ്യം സോളാർ പാനൽസ് ഉണ്ടെങ്കിൽ പോലും പവർ സ്റ്റോർ ചെയ്യാൻ എവിടെയാണ് ബാറ്ററി എന്നതാണ്. റിലയൻസ് പോലൊരു കോർപ്പറേറ്റ് ജയന്റ് പോലും ചൈനീസ് ടെക്നോളജി ഇല്ലാതെ ലിഥിയം അയോൺ സെൽ മാനുഫാക്ചറിംഗ് തുടങ്ങാനാകാതെ പിന്മാറിയിരിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. മുകേഷ് അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രീസ് 2021 ഇന്ത്യയുടെ ബാറ്ററി ഫ്യൂച്ചർ മാറ്റിമറിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. 4 ഗിഗാ ഫാക്ടറീസ്, $10 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ്, മെയ്ഡ് ഇൻ ഇന്ത്യ ബാറ്ററി എക്കോസിസ്റ്റം, എല്ലാം വലിയ സ്വപ്നങ്ങൾ. പക്ഷേ ഗ്രൗണ്ട് റിയാലിറ്റി മറ്റൊന്നായിരുന്നു. ലിഥിയം അയോൺ സെൽ ഉണ്ടാക്കാൻ വേണ്ട കോർ ടെക്നോളജി കൂടുതലും ചൈനീസ് കമ്പനികളുടെ കയ്യിലാണ്. റിലയൻസ് ചൈനീസ് കമ്പനിയായ ക്സിയാമൻ ഹിത്തിയമിനൊപ്പം ടെക്നോളജി പാർട്ട്ണർഷിപ്പിന് ശ്രമിച്ചെങ്കിലും ബീജിംഗ് ടെക്നോളജി ട്രാൻസ്ഫർ നിയന്ത്രണങ്ങൾ ശക്തമാക്കിയതോടെ ഡീൽ തകർന്നു. ഇതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ദൗർബല്യം. നമുക്ക് സോളാർ പാർക്ക് ഉണ്ടാക്കാം, വിൻഡ് ഫാം ഉണ്ടാക്കാം, ഇലക്ട്രിക് വെഹിക്കിൾസ് അസംബിൾ ചെയ്യാം. പക്ഷേ അതിന്റെ മേജർ പാർട്ടായ ബാറ്ററി സെൽ ഇപ്പോഴും ചൈനയുടെ കൺട്രോളിലാണ്. സെൽ മാനുഫാക്ചറിംഗ് സെമി കണ്ടക്ടർ ചിപ്പ് ഉണ്ടാക്കുന്നത് പോലെ വളരെ കോംപ്ലക്സ് ആണ്. അതിന് കെമിസ്ട്രി നോഹൗ, സപ്ലൈ ചെയിൻ ഡോമിനൻസ്, പ്രോസസിംഗ് എക്കോസിസ്റ്റം എല്ലാം വേണം. ഇവയിൽ ചൈന ഡെക്കേഡ്സ് മുന്നിലാണ്. ഇന്ത്യയുടെ ഡിപ്പെൻഡൻസ് നമ്പേഴ്സിൽ തന്നെ ഭയപ്പെടുത്തുന്നതാണ്. ഫൈനാൻഷ്യൽ ഇയർ 2018 3500 കോടി രൂപയായിരുന്ന ലിഥിയം ഇമ്പോർട്ട്സ് ഫൈനാൻഷ്യൽ ഇയർ 26 37,000 കോടിക്ക് മുകളിലെത്തി. അതായത് ക്ലീൻ എനർജി ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാൻ ഇന്ത്യ കൂടുതൽ ചൈനയെ തന്നെയാണ് ആശ്രയിക്കുന്നത്. ACC PLI സ്കീം അഥവാ അഡ്വാൻസ്ഡ് കെമിസ്ട്രി സെൽ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് വഴി ഗവൺമെന്റ് 18,100 കോടി രൂപ സബ്സിഡി പ്രഖ്യാപിച്ചെങ്കിലും 2025 ടാർഗറ്റായ 50 ഗിഗാവാട്ട് അവർ കപ്പാസിറ്റിയിൽ കമ്മീഷൻ ചെയ്തത് വെറും 1.4 ഗിഗാവാട്ട് അവർ മാത്രം. അതും ഓല ഇലക്ട്രിക് വഴി. റിലയൻസ്, രാജേഷ് എക്സ്പോർട്സ് പോലുള്ള ജയൻസ് പോലും കമേഴ്ഷ്യൽ സ്കെയിൽ പ്രൊഡക്ഷൻ ആരംഭിച്ചിട്ടില്ല. കാരണം സിമ്പിളാണ്, ബാറ്ററി സപ്ലൈ ചെയിൻ മുഴുവൻ ചൈന ക്യാപ്ചർ ചെയ്തിരിക്കുകയാണ്. ലോകത്തിലെ ലിഥിയം അയോൺ സെൽസിന്റെ മേജർ ഷെയർ ചൈനയിലാണ് നിർമ്മിക്കപ്പെടുന്നത്. ഗ്രാഫൈറ്റ് പ്രോസസ്സിംഗിന്റെ 90% മുകളിൽ ചൈനയുടെ കൺട്രോളിലാണ്. ലിഥിയം റിഫൈനിങ്, കൊബാൾട്ട് പ്രോസസ്സിംഗ്, കാഥോഡ് ആനോഡ് മെറ്റീരിയൽസ് എല്ലാം ചൈനീസ് എക്കോസിസ്റ്റം ചുറ്റിപ്പറ്റിയാണ് നടക്കുന്നത്. അതുകൊണ്ട് ചൈന ടെക്നോളജി ആക്സസ് കട്ട് ചെയ്താൽ ഇന്ത്യയുടെ റിന്യൂവബിൾ ആംബിഷൻസ് നേരിട്ട് സ്ലോ ഡൗൺ ആകും. ഇത് ഒരു ബിസിനസ് പ്രോബ്ലം മാത്രമല്ല, നാഷണൽ സെക്യൂരിറ്റി കൺസേൺ കൂടിയാണ്. നാളെ ഇന്ത്യ ഫുള്ളി ഇലക്ട്രിക് മൊബിലിറ്റിയിലേക്ക് മാറുമ്പോൾ ഗ്രിഡ് സ്കെയിൽ എനർജി സ്റ്റോറേജ് ആവശ്യമായി വരും. അപ്പോൾ ബാറ്ററീസിനായി ജിയോ പൊളിറ്റിക്കൽ റൈവലായ ചൈനയെ ആശ്രയിക്കേണ്ടി വരുന്നത് വലിയ സ്ട്രാറ്റജിക് റിസ്ക് ആണ്. ഓയിൽ ഡിപ്പെൻഡൻസ് പോലെ തന്നെ ഇനി ബാറ്ററി ഡിപ്പെൻഡൻസ് എന്ന പുതിയ എനർജി വൾണറബിലിറ്റി രൂപപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യക്ക് ഇനി അസംബ്ലി എക്കണോമിയായി തുടരാൻ സാധിക്കില്ല. മൈനിങ് മുതൽ റിഫൈനിങ് വരെ, കെമിസ്ട്രി R&D മുതൽ സെൽ മാനുഫാക്ചറിംഗ് വരെ സ്വന്തം എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ആത്മനിർഭർ ക്ലീൻ എനർജി എന്ന സ്വപ്നം ചൈനീസ് ഫാക്ടറീസിന്റെ ഷാഡോയിൽ നിൽക്കുന്ന ഒരു സ്ലോഗൻ മാത്രമായി തീരും. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.